നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ എല്ലാം കാരണം നമ്മൾ IT കമ്പനീസ് ആണെങ്കിലും മറ്റ് കമ്പനീസ് ആണെങ്കിലും ഇന്റർവ്യൂസ് എല്ലാം നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതൊരു 7 പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് ആദ്യത്തെ 4 പോയിന്റ് നമ്മൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ ക്യാമറ ആംഗിളിലാണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ വരുന്ന 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും +1 ബോണസ് പോയിന്റ്. ഈ ബോണസ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ദിസ് ഇസ് മീ നൈസാം. വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ബിഗിൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 4 പോയിന്റ് നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ലൊക്കേഷൻ. അതായത് എവിടെ നിന്നായിരിക്കണം നിങ്ങൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ കാര്യം അതിൽ ശ്രദ്ധിക്കാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇങ്ങനെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിനെക്കാളും ഇതുപോലെ ലൈറ്റ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിനെക്കാളും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിനെക്കാളും ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബുക്സ് ഒക്കെ ഉള്ള ഇതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ആദ്യത്തെയും രണ്ടാമത്തെയും ബാക്ക്ഗ്രൗണ്ടുകൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ലൈറ്റിംഗ് ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 3 പോയിന്റ് ലൈറ്റിംഗ് ആണ്. അതായത് ഒരു ലൈറ്റ് കീ ലൈറ്റ് ആയിട്ട്, അതായത് മെയിൻ ലൈറ്റ് സോഴ്സ് ആയിട്ടുള്ള ഒരു 45 ഡിഗ്രി എപ്പോ ആയിട്ട് ഒരു ലൈറ്റും, പിന്നെ ഈ ലൈറ്റിൽ നിന്ന് വരുന്ന ഷാഡോ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫിൽ ലൈറ്റും, പിന്നെ ഒരു ബാക്ക് ലൈറ്റും. അങ്ങനെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇത്രയും ലൈറ്റിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒറ്റ ലൈറ്റ് സോഴ്സ് ഉണ്ടായാൽ മാത്രം മതി. ആ ലൈറ്റ് പൊതുവെ നമ്മുടെ മുഖത്ത് ഷാഡോ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ക്രമീകരിക്കണം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് മേലെ നിന്നുള്ള ഒരു ലൈറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ് ഡിം ആണ് അല്ലെ. ഇപ്പൊ എന്റെ ലൈറ്റ് സോഴ്സ് താഴെ നിന്നാണ്. നിങ്ങളൊരു പേടിപ്പിക്കുന്ന ഒരു സിനിമയുടെ കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം ഈ ലൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുക. ഇനി ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് സോഴ്സ് നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോ ഇതിന് പകരമായി ഉപയോഗിക്കാൻ സാധിക്കും. വിൻഡോക്ക് ഫേസ് ചെയ്തിരുന്നാൽ നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഇതിന് പകരമായി ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് നിന്നാണെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയിസസ് നമുക്ക് കയറി വരും. അത് കേൾക്കുന്ന ആൾക്കും നമുക്കും എല്ലാം ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് ആണ് ഐ കോണ്ടാക്ട് ആൻഡ് ക്യാമറ ആംഗിൾ. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം സമയം നോക്കേണ്ടത് നമ്മളെ ക്യാമറയിലേക്കായിരിക്കണം. അല്ലാതെ നമ്മുടെ സ്ക്രീനിലേക്കോ നമ്മളെ ഫോട്ടോയിലേക്കോ അല്ലെങ്കിൽ നമ്മളെ കീബോർഡിലേക്കോ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്ന് ഇന്റർവ്യൂവർക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്യാമറ ആംഗിൾ. നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പൊതുവെ നമ്മൾ അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ക്യാമറയോ അല്ലെങ്കിൽ ഒരു വെബ് ക്യാമോ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അത് നമ്മുടെ ചെസ്റ്റ് ലെവലിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് ഐ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചത് ഒരു കാർബോണിന്റെ പെട്ടിയാണ്. യു കെൻ യൂസ് യുവർ ഓൺ ഐഡിയാസ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം. 5ാമത്തെ പോയിന്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിൽ പോയിരുന്നാൽ ആദ്യം നമ്മളുടെ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന്. കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഉത്തരം പറയേണ്ട ആദ്യത്തെ ചോദ്യം. സെൽഫ് ഇൻട്രൊഡക്ഷനെ നമുക്കൊരു മൂവി ട്രെയിലറുമായിട്ട് ഉപമിക്കാൻ സാധിക്കും. ഒരു മൂവി ട്രെയിലർ നമ്മൾ കണ്ടിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ആ മൂവിക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ അത് മോശമാണെങ്കിൽ അതിന് നമ്മൾ പോകാറില്ല. അതുപോലെ തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കുറവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു ആവറേജ് ഫ്ലുവൻസി മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ തീർച്ചയായും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതി പഠിച്ച് കാണാതെ പഠിച്ചിട്ട് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബെസ്റ്റ് ആണെന്ന് നമ്മൾ കാണിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടക്കത്തിൽ കുറച്ച് സഭാകമ്പം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കാണാതെ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സഭാകമ്പം കുറക്കാൻ വേണ്ടി അത് നിങ്ങളെ വളരെ സഹായിക്കുന്നതായിരിക്കും. 6ാമത്തെ പ്രധാനപ്പെട്ട കാര്യം റെസ്യൂമെ. ഒരു റെസ്യൂമെ എഴുതുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഫോർമാറ്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചേർക്കണം, എന്തൊക്കെ ചേർക്കരുത്, ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് പല വീഡിയോകളിലായിട്ടും പല വെബ്സൈറ്റുകളായിട്ടും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഒരു റെസ്യൂമെ എഴുതുമ്പോൾ ആ റെസ്യൂമെയിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഒരിക്കലും ചേർക്കാതിരിക്കുക. കാരണം ഇന്റർവ്യൂവർ ചോദിക്കുന്ന അധികം ചോദ്യങ്ങളും ബേസ്ഡ് ഓൺ റെസ്യൂമെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ അറിയാത്തതും ചെയ്യാത്തതുമായ ഒരു കാര്യം നമ്മൾ റെസ്യൂമെയിൽ എഴുതി ചേർത്താൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാക്കിയെടുത്ത ആ ഇംപ്രഷൻ
താഴേക്ക് കുറഞ്ഞു പോകും. അതുപോലെ റെസ്യൂമെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ റെസ്യൂമെ എഴുതി കഴിഞ്ഞാൽ ആ റെസ്യൂമെ ഒന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ആൻസർ ചെയ്ത് പഠിക്കുക. ഇപ്പം നമ്മൾ എത്ര ചെറുതാണെങ്കിലും ഇപ്പം നമ്മൾ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നൊരു പാർട്ട് പൊതുവെ റെസ്യൂമേയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, അതാണ് നമ്മൾ നമ്മുടെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പം നമ്മൾ ആ ഒരു പാർട്ടിനെ കുറിച്ചും പോലും നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഫുട്ബോൾ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്, ഇഷ്ടപ്പെട്ട കളി ഏതായിരുന്നു, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ ഒരു റെസ്യൂമെ പഠിച്ചിട്ട് ആ റെസ്യൂമയിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിന് നമ്മൾ തന്നെ ആൻസർ പറഞ്ഞ് പഠിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, 7ാമത്തെ കാര്യം, സിറ്റിംഗ് പോസ്ചർ ആൻഡ് ഹാൻഡ് ജെസ്റ്റേഴ്സ്. നമ്മൾ ഒരു ആളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് എത്ര നല്ല കാര്യമായാലും എത്ര നല്ല കണ്ടന്റ് ആയാലും നമ്മളെ ഹാൻഡ് ജെസ്റ്റേഴ്സും നമ്മളെ സിറ്റിംഗ് പോസ്ചറും ശരിയല്ലെങ്കിൽ അത് കേൾക്കാൻ ഇമ്പം കുറയും. ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നഖം കടിക്കുകയാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെയും നമ്മളെ ഒരു ഇംപ്രഷൻ്റെയും എല്ലാം ലെവല് താഴ്ത്തും. നമ്മളെ പ്രസൻറ്റേഷൻ സ്കിൽസിനെ അത് ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഫ്രഷർ ആണെങ്കിൽ നമ്മൾ ഉത്തരത്തേക്കാൾ നമ്മളെ കണ്ടന്റിനേക്കാളും ഒരു ഇന്റർവ്യൂവർ ശ്രദ്ധിക്കുക, നമ്മൾക്ക് എത്രത്തോളം പ്രസന്റ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ ഹാൻഡ് ജെസ്റ്റേഴ്സും നമ്മളെ സിറ്റിംഗ് പോസ്ചറും വളരെ ശരിയായിരിക്കണം. അതുപോലെ നമ്മുടെ സിറ്റിംഗ് പോസ്ചർ നമ്മൾ ഒന്ന് സ്റ്റഡി ആയിട്ട് നമ്മളെ നട്ടെല്ലൊക്കെ ഒന്ന് നിവർത്തിയിരിക്കുന്നതും നമ്മളെ നട്ടെല്ലൊക്കെ ഒന്ന് ഇതാക്കി നമ്മളൊരു കുനിഞ്ഞിരിക്കുന്നതും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മളെ ഹാൻഡ് ജെസ്റ്റേഴ്സ് നമ്മളെ ബോഡി പോസ്ചറും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും? ഇപ്പൊ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലും ബോഡി പോസ്ചർ ആയാലും ഹാൻഡ് ജെസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? നിങ്ങളെ വീട്ടിൽ കണ്ണാടി ഉണ്ടാവും, കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ കാണാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് നമ്മൾ അത് കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിക്കുക. അപ്പോൾ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബോഡി പോസ്ചർ, അതായത് നമ്മളെ നട്ടെല്ല് നിവർന്നാണോ ഇരിക്കുന്നത്, അതുപോലെ നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് നല്ല വൃത്തിയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും നമുക്കത് ഉണ്ടാക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ബോണസ് പോയിന്റ്, ഈ കാര്യം നിങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് ശരിയായി പ്രയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഇന്റർവ്യൂവർ നമ്മളോട് ചോദിക്കേണ്ടത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീടായിട്ട് തോന്നും, പക്ഷേ നമ്മൾ സെൽഫ് ഇൻട്രോ പറയുമ്പോൾ തന്നെ നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യം ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും അടുത്ത ചോദ്യം നമ്മളോട് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിലൂടെ നമ്മൾ വേറൊരു പോയിന്റ് നമ്മൾ ഉത്തരത്തിൽ കലർത്തി കൊടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ഇന്റർവ്യൂവോട് നമ്മളോട് വീണ്ടും ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഇന്റർവ്യൂവറെ കൊണ്ട് ചോദിപ്പിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ഇന്റർവ്യൂവർ നമ്മളോട് ചോദിക്കുന്നത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും, നമുക്ക് ആ ജോലി ലഭിക്കുകയും ചെയ്യും. ഇതിന് നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കണം. അടുത്ത നിങ്ങളുടെ ജോബ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അതിട്ടാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. കൺസിഡർ സബ്സ്ക്രൈബിംഗ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.